ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. SNC ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി വീണ്ടും മാറ്റി. മെയ് 1 കേസ് മാറ്റിയത്. 30-ലധികം തവണയാണ് കേസ് ഇതിനോടകം മാറ്റിവെച്ചത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആർക്കെ, ഇന്നെന്താണ് സംഭവിച്ചത്? പക്ഷേ ഇന്ന് ഉണ്ടായ ഒരു പുരോഗതി, കേസിൽ വാദം കേൾക്കുന്നതിൻ്റെ തീയതികൾ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഹർജിക്കാരെ അറിയിക്കുകയും ചെയ്തു എന്ന് കരുതുന്നു, അല്ലേ? ആണ് വിജയൻ, തീർച്ചയായിട്ടും ആണ്. ഇതില് ഇന്ന് ഉണ്ടായത് ഈ കേസിന്റെ അഭിഭാഷകരായിട്ടുള്ള, കേസിൽ വക്കാലത്ത് കൊടുത്തിട്ടുള്ള അഭിഭാഷകരിൽ ചിലർ സീനിയർ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ സീനിയർ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടാൽ ആ അഭിഭാഷകന്റെ വക്കാലത്ത് മറ്റ് കേസുകളിൽ അത് സാധുവല്ലാതായി മാറും. അതുകൊണ്ട് മോഹനചന്ദ്രൻ അടക്കമുള്ള എതിർ വിഭാഗത്തിലെ ഏതാനും കക്ഷികൾക്ക് അവർക്ക് അവരുടെ അഭിഭാഷകന്റെ വക്കാലത്ത് നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് അവർ കോടതിയെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് മാറ്റിവെക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. ഈ ഘട്ടത്തിലാണ് വിജയൻ പറഞ്ഞതുപോലെ CBIയുടെ അഭിഭാഷകൻ ഇന്ന് ഹാജരായിരുന്നു. ഏത് സമയത്തും വാദം പറയാൻ താൻ തയ്യാറാണ് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ആണ് CBIക്ക് വേണ്ടി ഹാജരായത്. ഈ കേസ് ജൂലൈയിലേക്ക് എന്നാൽ മാറ്റാം എന്ന് കോടതി പറഞ്ഞ ഘട്ടത്തിലാണ് അത് പറ്റില്ല, നേരത്തെ തന്നെ ഈ കേസ് കേൾക്കണം, ഇതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതി അറിയിക്കാനുണ്ട് എന്ന് അവർ നിലപാട് സ്വീകരിച്ചത്. തുടർന്ന് ഈ കേസ് മെയ് 8 മാറ്റുന്നതിനെ കുറിച്ച് ആദ്യം കോടതി നിലപാട് ചോദിച്ചു. അതല്ല, മാർച്ചിലേക്കോ ഏപ്രിലേക്കോ കേസ് മാറ്റണം എന്നായിരുന്നു CBIയുടെ നിലപാട്. പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ തിരക്കുള്ള കോടതിക്ക് മറ്റ് കേസുകൾ നേരത്തെ ലിസ്റ്റ് ചെയ്തത് ഉള്ളതിനാൽ ആ ദിവസങ്ങൾ സാധ്യമല്ല എന്ന് പറഞ്ഞു. തുടർന്നാണ് ഈ 4 ദിവസം വേണം, ഇതിന്റെ ആകെ വാദം കേൾക്കാനായി 4 ദിവസം വേണമെന്ന ഒരു നിഗമനമാണ് കോടതി എത്തിയത്. അങ്ങനെയാണെങ്കിൽ മെയ് 1, 2 ആ 2 തീയതികളിലും, ബുധനാഴ്ചയും അതിനുശേഷമുള്ള ദിവസവും, അതിനുശേഷം 7, 8 തീയതികളിലും വാദം കേൾക്കാമെന്ന ഒരു ധാരണയിലേക്ക് കോടതി എത്തിയത്. അത് പ്രകാരമാണ് ഈ മെയ് 1 കേസ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതായത് മെയ് 1, 2, 7, 8 ഈ തീയതികളിലായി ലാവ്ലിൻ കേസിന്റെ ഈ ഹൈക്കോടതി ഉത്തരവിനെതിരായ ഹർജിയിൽ അപ്പീലിൽ വാദം കേട്ട് കോടതി തീരുമാനമെടുക്കും. അങ്ങനെ 4 ദിവസം കൊണ്ട് വാദം കേൾക്കുമെന്ന് അതിനൊരു ടൈം ഷെഡ്യൂൾ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് കോടതി, അല്ലേ? അങ്ങനെയാണ് കോടതി പറഞ്ഞത്. ഇനി ഓർഡർ വരുമ്പോഴാണ് അതിന്റെ വിശദമായിട്ടുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റൂ. എങ്കിലും കോടതി തുറന്ന കോടതിയിൽ പറഞ്ഞത് 4 ദിവസമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായിട്ട് വേണ്ടിവരും. ഈ 7ഉം 8ഉം പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നീടും കേസ് നീണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് 1-ാം തീയതി കേസ് പരിഗണിക്കാം. 1-ാം തീയതി കേസ് പരിഗണിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം അതിന്റെ തുടർവാദം കേൾക്കാം. 7ഉം 8ഉം തീയതികളിൽ മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ചുകൊണ്ട് ഈ കേസ് വിധി പറയാനായിട്ട് സാധിക്കും എന്ന ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. ഇതിൽ ഒരു മാറ്റം CBIയുടെ ഭാഗത്ത് നിന്നാണ് നമുക്ക് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം ഉള്ളത് വിജയൻ. CBI എന്ന് പറഞ്ഞത് ഈ കേസ് ഇനി മാറ്റിവെക്കാൻ പറ്റില്ല, ഈ കേസ് ഏറ്റവും അടുത്ത ദിവസം വാദം കേൾക്കണം. അതിൽ അവർ പറഞ്ഞ തീയതി പോലും മാർച്ചിലാണ്, അടുത്ത മാസം വാദം കേൾക്കണം എന്ന കാര്യമാണ് പറഞ്ഞത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. CBIയെ സംബന്ധിച്ച് മുൻപ് പലതവണ ഈ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു തന്നെ മറ്റ് പല കേസുകളിലും തനിക്ക് തിരക്കുണ്ട്, അതുകൊണ്ട് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട അതേ അഡീഷണൽ സോളിസിറ്റർ ജനറൽ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്, അതുകൊണ്ട് മാർച്ചിൽ തന്നെ ഈ കേസ് കേൾക്കണം എന്ന നിലപാട് സ്വീകരിച്ചത്. മാർച്ചിലോ ഏപ്രിലോ കേൾക്കണം എന്ന് പറയുകയും അവസാനം കോടതി പുതിയ സമയം അത് മെയിൽ ആയി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. വിജയ്, SNC ലാവ്ലിൻ കേസ് ഇന്ന് മാറ്റിയെങ്കിലും കോടതി വിശദമായ വാദം കേൾക്കുന്നതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 1, 2, 6, 7 തീയതികളിലായി കേസിൽ വാദം കേൾക്കും എന്നാണ് ഇന്ന് അറിയിച്ചത്. CBI ഈ കേസിൽ വാദം കേൾക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. വിശദമായി വാദം കേൾക്കുന്നതിന് 4 ദിവസം കോടതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരവിൽ മറ്റെന്തെങ്കിലും കൂടുതലുണ്ടോ എന്നത് ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തിറങ്ങുമ്പോഴേ അറിയൂ. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ CBI അന്വേഷണമില്ല. പിതാവിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി. പോലീസ് അന്വേഷണം തൃപ്തികരമെന്നും ഇപ്പോൾ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അന്വേഷണ സംഘത്തിന് വീഴ്ചയുണ്ടായെന്ന വാദവും കോടതി തള്ളി. അതേസമയം കേസിൽ പ്രതി സന്ദീപിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നിരാകരിച്ചു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്? ഇതിൽ CBI അന്വേഷണം ഈ ഘട്ടത്തിൽ വേണ്ട എന്ന് കോടതി തീരുമാനിക്കാനിടയായ സാഹചര്യം എന്തൊക്കെയാണ്?
ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വന്ദനാദാസിന്റെ അച്ഛൻ മോഹൻദാസാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. പക്ഷേ ഇന്ന് സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളുകയാണ് ചെയ്തത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് ഈ ആവശ്യം തള്ളിക്കൊണ്ട് ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കോടതി ചൂണ്ടിക്കാണിച്ച കാര്യം ഇങ്ങനെയാണ്: പോലീസ് അന്വേഷണത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാർക്ക് സാധിച്ചില്ല എന്ന വിലയിരുത്തൽ കോടതിയിൽ നിന്നുണ്ടായി. പോലീസിന് വീഴ്ച പറ്റിയെന്ന ആക്ഷേപം തള്ളിയ കോടതി CBI അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ ഉണ്ടാകൂ എന്നും വ്യക്തമാക്കുകയും ചെയ്തു. പോലീസിനെ സംശയിക്കാൻ മതിയായ കാരണമില്ലെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണം എന്ന ആവശ്യം കോടതി തള്ളിക്കളഞ്ഞത്. മാത്രമല്ല, കോടതി പറഞ്ഞ കാര്യം ഇതിനോടകം തന്നെ ഇതിലെ സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴികളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റപത്രം വളരെ വേഗത്തിൽ സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയെന്ന് പറയുന്നത് അവരുടെ കവേർഡ്ലി ആക്ട്, അതായത് ഈ സംഭവം നടക്കുമ്പോൾ ആ കുട്ടിയെ അവിടെ നിന്നും ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞു എന്നുള്ളതാണ് പോലീസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. അത് CBI അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തുകയാണ് ഉണ്ടായത്. ഇന്ന് മറ്റൊരു കാര്യം കൂടി നടന്നു. ഈ കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളയുകയാണ് കോടതി ചെയ്തത്. വിചാരണ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സന്ദീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടതില്ല, അത് അനുവദിക്കാനാകില്ല എന്ന് കോടതി തീരുമാനിക്കുകയാണ് ചെയ്തത്. അതേസമയം ജാമ്യാപേക്ഷ തള്ളിയതിനെതിരെ സന്ദീപ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സന്ദീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂർ വ്യക്തമാക്കി. പോലീസ് അന്വേഷണം തൃപ്തികരമാണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അതിൽ ഇടപെടേണ്ടതില്ല എന്നാണ് CBI അന്വേഷണം എന്ന ആവശ്യം നിരാകരിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയത്. മറ്റൊരു വാർത്ത ഇപ്പോൾ എത്തുന്നത്, സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് വീണ്ടും കത്തയച്ചു കേരളം എന്നതാണ്. കേരള ജനതയുടെ അഭിലാഷമാണ് പദ്ധതി എന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാന സർക്കാർ സിൽവർ ലൈൻ പദ്ധതി അവസാനിപ്പിച്ചുവെന്ന് കേന്ദ്ര മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ വീണ്ടും പദ്ധതിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, ഈ ബജറ്റിൻ്റെ ദിവസം, കേന്ദ്ര ബജറ്റിൻ്റെ ദിവസം ഉച്ചയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം ഉയർന്നു വന്നപ്പോഴാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് കേരളമാണ്. എന്നിപ്പോഴിതാ കേരളം ആ പദ്ധതിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുന്നു. ഈ ഒരു കത്തയച്ചു എന്നതിനപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ റെയിൽവേ ബോർഡും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും ഒക്കെ നിരവധി കാര്യങ്ങൾ ഇങ്ങോട്ട് കേരളത്തോട് ചോദിച്ചിരുന്നു. അതിനൊക്കെ ഉത്തരവുമുണ്ടോ ഈ കത്തിൽ? വിജയകുമാർ, ബജറ്റ് ദിനത്തിൽ ഉച്ചയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പദ്ധതി കേരളം ഉപേക്ഷിച്ചു എന്നാണ് തനിക്ക് തോന്നുന്നത് എന്നും അക്കാര്യം വിശദീകരിക്കേണ്ടത് കേരളമാണ് എന്നുമുള്ള റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേരളം ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി, ഒപ്പം തന്നെ റെയിൽവേ മന്ത്രി ഈ ഉന്നയിച്ച കാര്യങ്ങൾ ശരിയല്ല എന്ന് വിശദീകരിക്കുന്നതിനും വേണ്ടി ഇത്തരത്തിൽ ഒരു കത്ത് വീണ്ടും അയച്ചിരിക്കുന്നത്. പദ്ധതിക്ക് അംഗീകാരം നൽകണം എന്നുള്ളതാണ് ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. കേരള ജനതയുടെ അഭിലാഷമാണ് ഈ പദ്ധതി എന്നും ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ ജനറൽ മാനേജർക്ക് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കേരളം നൽകിയിട്ടുള്ള നിവേദനങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ കത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെയും സംയുക്ത പദ്ധതിയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് ആ ആമുഖത്തോടെയാണ് കത്ത് തുടങ്ങുന്നത്. കൂടാതെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇതുവരെ നടത്തിയ കത്തിടപാടുകൾ, യോഗങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളും നിലവിൽ ഇപ്പോൾ ആ കേരളം നൽകിയ വിശദാംശങ്ങൾ റെയിൽവേ പരിശോധിക്കുകയാണ് എന്നും കത്തിൽ പരാമർശമുണ്ട്. കൂടാതെ കേരളത്തിന് 2 വന്ദേ ഭാരത് അനുവദിച്ചതിൽ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഈ 2 ട്രെയിനുകൾ അനുവദിച്ചത് കേരളത്തിൽ നിലവിൽ യാത്രക്കാർക്ക് ഈ ലൈനിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന കാര്യവും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഹൈസ്പീഡ് റെയിൽവേയുടെ ആവശ്യം കേരളത്തിനുണ്ട് എന്ന് കൂടി വിശദീകരിക്കാനാണ് ഇക്കാര്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിന് സിൽവർ ലൈൻ പദ്ധതി അനുവദിക്കണം എന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെടുന്നത്. വിജയകുമാർ, സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരം നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ സമീപിച്ചിരിക്കുകയാണ് വീണ്ടും കേരളം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് നിലവിലുണ്ടോ എന്ന് കേരളമാണ് വ്യക്തമാക്കേണ്ടതെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പറഞ്ഞിരുന്നു. അതിന് മറുപടി എന്ന മട്ടിലാണ് ഒരു കത്തുകൂടി ഇപ്പോൾ കേന്ദ്രത്തിന് കേരളം അയച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.
സംസ്ഥാന ബജറ്റിനെതിരെ അതൃപ്തി പരസ്യമാക്കി ഭക്ഷ്യമന്ത്രി GR അനിൽ. ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുന്നണിയിലും മന്ത്രിസഭയിലും ഇക്കാര്യത്തിൽ ചർച്ച നടക്കും. ബജറ്റിൽ പ്രതീക്ഷിച്ച വിഹിതം കിട്ടാത്തതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് സപ്ലൈകോ. പാർട്ടി മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ലെന്ന ആക്ഷേപം CPIക്കുണ്ട്. ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ചും ബന്ധപ്പെട്ട മന്ത്രിമാർ തമ്മിലും ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതി നമുക്കുണ്ടല്ലോ. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം അതിന് നല്ലതല്ലെന്ന്. എന്തായാലും മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും. അതേസമയം കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് അരിവില കൂട്ടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഭക്ഷ്യമന്ത്രി നൽകി. OMS സ്കീമിൽ സർക്കാർ പങ്കെടുക്കരുതെന്ന കേന്ദ്ര നിബന്ധന കേരളത്തിന് തിരിച്ചടിയാണ്. കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണുമെന്നും GR അനിൽ പറഞ്ഞു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം നടക്കുന്ന ഒരു സീസൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും അരിയുടെ ഉപയോഗം കൂടുന്ന ഒരു ഘട്ടമാണ്. കേന്ദ്ര ഗവൺമെൻറ് OMS സ്കീമിൽ ഗവൺമെൻറ് ഏജൻസികളോ പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള ഒരു വിലക്ക് വന്നിട്ടുണ്ട്. അത് വന്നപ്പോൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സ്വകാര്യ കച്ചവടക്കാരായിരിക്കും ഇത്തരം ഒരു സ്പേസിൽ കൂടുതൽ കടന്നു വരാൻ സാധ്യത. അപ്പോൾ സ്വാഭാവികമായിട്ടും വില വർധനവിൻ്റെ എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണാനും ഈ വിഷയത്തിൽ തീരുമാനം മാറ്റം വരുത്തണം. ബജറ്റിൽ CPI മന്ത്രിമാരുടെ വിഹിതം വെട്ടിക്കുറച്ചതിൽ മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. കഴിഞ്ഞ തവണത്തേക്കാൾ 40% വിഹിതം വെട്ടിക്കുറച്ചു. ഡൽഹി യാത്രയ്ക്ക് ശേഷമാകും മുഖ്യമന്ത്രിയെ കാണുകയെന്നും J. ചിഞ്ചുറാണി പറഞ്ഞു. ഡൽഹിയിൽ നിന്ന് R. അച്യുതനും കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യം വിവരങ്ങൾ നൽകും. അച്യുതൻ, എപ്പോഴാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ സംസ്ഥാന മന്ത്രി കാണുന്നത്? ഈ അരിവില കൂട്ടേണ്ടി വരും എന്ന അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് ഇതിനോടകം കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട്. എന്തായിരിക്കും ഒരു അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നുണ്ടോ കേരളം കേന്ദ്രത്തിൽ നിന്ന്? വിജയകുമാർ, ഇന്ന് വൈകിട്ടോടെ ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ സമയം തേടിയിരിക്കുന്നത്. ആ സമയത്താണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുക. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഈ ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ അധികമുള്ള അരി അത് കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്നതിന് ഈ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് ആ സ്കീമിലെ ലേലത്തിൽ മുൻപ് സർക്കാരിന്റെ ഏജൻസികളുമാണ് പങ്കെടുത്തിരുന്നത്. എന്നാൽ അതിന് കേന്ദ്ര സർക്കാർ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പകരം ഇത് സ്വകാര്യ ഏജൻസികൾക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന ഒരു നയമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് പുതുതായി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ നയം പിൻവലിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും കേരളം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുന്നത്. കാരണം അത്തരം നയം പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ അരിയുടെ ലഭ്യത കുറയുമെന്നാണ് മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. കൂടാതെ ഇനി വരുന്ന മാസങ്ങൾ അത് ഉത്സവ സീസണാണ്. അതുകൊണ്ട് തന്നെ അരിയുടെ ഉപയോഗം കൂടും. ആ ഒരു സാഹചര്യത്തിൽ ഇത് പുതിയ നയം അനുസരിച്ച് ഇത് വില വർധനവിലേക്ക് എത്തുമെന്നുള്ള ഒരു സൂചന കൂടിയാണ് GR അനിൽ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഇന്ന് ഈ പുതിയ നയം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം അത് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാന ഭക്ഷ്യമന്ത്രി അരിവില കേരളത്തിൽ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടി മന്ത്രി നൽകുന്നുണ്ട്. കൂടിക്കാഴ്ച ആ നിലയ്ക്ക് പ്രധാനവുമാണ്. അതേസമയം ഈ ബജറ്റിലെ വിഹിതം വെട്ടിക്കുറച്ചതിൽ മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി അറിയിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 40% വിഹിതം കുറച്ചിട്ടുണ്ട്. ഡൽഹി യാത്രയ്ക്ക് ശേഷം ഈ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് മിനിസ്റ്റർ അറിയിച്ചത്. മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇത്തവണ കുറച്ച് 8% ഓരോ വകുപ്പിൽ നിന്നും വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട്. കാരണം ക്ഷീരമേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും. അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല. അത് ഞങ്ങളൊരു ചർച്ചയിലൂടെ പരിഹരിക്കുവാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. സജോ, ബജറ്റിനെ പറ്റി മറ്റൊന്നും പറയുന്നില്ല, അതൊരു ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് J. ചിഞ്ചുറാണി പറയുന്നു. അപ്പോൾ CPIക്കാകെ അവരുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്ന വിമർശനമുണ്ട്. അത് പരോക്ഷമായി ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്താണ് ഇതിൽ തുടർ നീക്കങ്ങളുടെ സാധ്യത? വിജയകുമാർ, CPI മന്ത്രിമാർ അവരുടെ പ്രതിഷേധം പരസ്യമായും അല്ലാതെ നേരിട്ടും ഒക്കെ ഇതിനകം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബജറ്റ് അവതരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ
ഭക്ഷ്യമന്ത്രിയാണ് ആദ്യം പ്രതിഷേധം പ്രകടിപ്പിച്ചത്. പിന്നാലെ CPI മന്ത്രിമാരെല്ലാം അവരുടെ പ്രതിഷേധം പരസ്യമാക്കുന്നു. ഇപ്പോൾ മന്ത്രി ജെ ചിഞ്ചുറാണിയും ഒരുപക്ഷെ കുറച്ചുകൂടി ഈ ഭാഷ കടുപ്പിച്ച് പറയുന്നില്ലെങ്കിൽ കൂടിയും അമർഷം കൃത്യമായി പരസ്യമാക്കുകയാണ്. മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തും. കഴിഞ്ഞ തവണത്തേക്കാൾ 40% വിഹിതം തന്റെ വകുപ്പിന് മാത്രം വെട്ടിക്കുറച്ചു എന്നാണ് ജെ ചിഞ്ചുറാണി പറയുന്നത്. ഈ മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉൾപ്പെടെ അങ്ങനെ CPIയുടെ കൈവശം ഇരിക്കുന്ന എല്ലാ വകുപ്പുകളും റവന്യൂ വകുപ്പിന്റെ കാര്യത്തിൽ പോലും ഈ പരാതി അവർക്കുണ്ട് എന്നതാണ്. പ്രശ്നം പരിഹരിക്കും എന്നാണ് പ്രതീക്ഷ. അത് ഒരു പാർട്ടി മന്ത്രിമാർക്ക് മാത്രമായി എന്ന് പറയുന്നില്ലെങ്കിൽ കൂടിയും അതാത് വകുപ്പ് മന്ത്രിമാർ അവരുടെ വിമർശനവും പ്രതിഷേധവും അറിയിക്കുകയാണ്. മന്ത്രി ജെ ചിഞ്ചുറാണി ഡൽഹിക്ക് പോവുകയാണ്. പക്ഷെ അതിനുശേഷം ധനമന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നേരിൽ തന്നെ കണ്ട് മുഖ്യമന്ത്രിയും ധനമന്ത്രിയെയും കണ്ട് ഈ പ്രശ്നം അറിയിക്കുകയും അത് പരിഹരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ആ അമർഷം കൃത്യമായി പരസ്യമാക്കുന്നുണ്ട്. ഒപ്പം CPI മന്ത്രിമാരോട് പ്രത്യേകമായി വിവേചനം കാണിച്ചു എന്ന രീതിയിൽ പരസ്യമായി പ്രതികരണത്തിന് ശ്രമിക്കുന്നില്ലെങ്കിലും എല്ലാ CPI മന്ത്രിമാരും പ്രത്യേകം അവരുടെ പരാതികൾ അവരുടെ അമർഷമൊക്കെ പരസ്യമായി ശരി സജോ, എന്തായാലും CPIയുടെ വകുപ്പുകളിൽ വേണ്ടത്ര പരിഗണന ഉണ്ടായിട്ടില്ല എന്ന വിമർശനം ശക്തമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 40% വിഹിതം വെട്ടിക്കുറച്ചു എന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ CPIയുടെ ആക്ഷേപം അത് മുഖ്യമന്ത്രിയെയും ധനമന്ത്രിയെയും അറിയിച്ചേക്കും. അതിൽ CPMന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് കൂടി സൂചന വരുന്നുണ്ട്. ആർ അച്യുതനും സജോ ദേവസ്യയുമാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ CMRL കമ്പനിയിൽ വീണ്ടും SFIO പരിശോധന. ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടക്കുന്നത്. ഇന്നലെയും ആലുവയിലെ ഓഫീസിൽ കേന്ദ്ര ഏജൻസിയുടെ പരിശോധന നടന്നിരുന്നു. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, തുടർച്ചയായ 2ാം ദിവസം പരിശോധന നടക്കുന്നുവെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസി ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ രേഖകൾ പരിശോധിക്കുന്നുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. വേഗത്തിൽ തുടർ നടപടികൾ എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിന് തൊട്ടു മുന്നിലാണ്. അല്പസമയം മുമ്പാണ് ഈ ആദായ നികുതി വകുപ്പ് ഓഫീസിൽ ഈ SFIOയുടെ ഉദ്യോഗസ്ഥർ എത്തി വിവരങ്ങൾ ശേഖരിക്കുകയുണ്ടായത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഇതിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ് ഈ വിവാദം ആദ്യമായി കൊളുത്തുവിട്ടത്. ഇതിന് തൊട്ടു പിന്നാലെ GSTയുടെയും മറ്റും ഇടപെടൽ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് SFIO അന്വേഷണം എത്തുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചവർ മടങ്ങിയിട്ടുണ്ട്. CMRLന്റെ ഓഫീസിലേക്ക് തന്നെയാണ് നിലവിലിപ്പോൾ SFIO സംഘം മടങ്ങിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നലെ പകലും രാത്രിയുമായി നടത്തിയ പരിശോധനകൾക്ക് ശേഷം ഇന്നും ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 6 അംഗ സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത്. ഇവരുടെ മുപ്പത്തടത്തെ വ്യവസായശാലയിലും CMRLന്റെ വ്യവസായശാലയിലും CMRLന്റെ ആലുവയിലെ ആസ്ഥാനത്തും 2 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത്. എന്തായാലും നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും പരിശോധനകൾ തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വേണ്ട വിവരങ്ങൾ ഇൻകം ടാക്സ് ആസ്ഥാനം, ആദായകർ ഭവൻ അവിടെ നിന്നും ശേഖരിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുമായി അവരിപ്പോൾ CMRLന്റെ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ഒരു കാര്യം ഇതിൽ നിന്നും വ്യക്തമാകുന്നത്, വളരെ വേഗം ഈ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് SFIO എന്നുള്ളതാണ്. CMRL ഓഫീസിലെ പരിശോധനയ്ക്ക് ശേഷം ആദായ നികുതി വകുപ്പ് ഓഫീസിലെത്തി രേഖകൾ ശേഖരിച്ച് വീണ്ടും CMRL ആസ്ഥാനത്തേക്ക്, അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് SFIO ഉദ്യോഗസ്ഥർ മടങ്ങി. വളരെ വേഗത്തിൽ അതിലെ പരിശോധനകൾ പൂർത്തിയാക്കുകയാണ് കേന്ദ്ര ഏജൻസി. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിനെതിരായ ഡൽഹി സമരത്തിൽ DMK പങ്കെടുക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഇക്കാര്യം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹം കത്തയച്ചു. വ്യാഴാഴ്ചയാണ് ഡൽഹിയിൽ സമരം നടക്കുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും ചെന്നൈയിൽ നിന്ന്. മനേഷ്, സ്റ്റാലിൻ ആ സമരത്തിൽ നേരിട്ട് പങ്കെടുക്കും എന്ന് തന്നെയാണോ കരുതേണ്ടത്? എന്താണ് DMK ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് നൽകാൻ ശ്രമിക്കുന്ന സന്ദേശം? വിജയകുമാർ, കൃത്യമാണ്. അതായത് കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ ഒറ്റക്കെട്ടായി പോരാടാമെന്ന് തന്നെയാണ് MK സ്റ്റാലിൻ പറയുന്നത്. DMK പങ്കെടുക്കുമെന്ന് പറയുന്നു. MK സ്റ്റാലിൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ആ കത്തിൽ പറയുന്നത് DMK എന്തായാലും ആ സമരത്തിൽ പങ്കെടുക്കുമെന്നാണ്. കാരണം തമിഴ്നാട് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ, അതായത് അനാവശ്യമായി സംസ്ഥാന സർക്കാർ ഭരണത്തിൽ ഇടപെടുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ കേസിൽ കൃത്യമായ പിന്തുണ കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സമാനമായ പിന്തുണ തമിഴ്നാടും നൽകുന്നു. ഈ സമരം എന്ന് പറയുന്നത്, കേന്ദ്രത്തിനെതിരായുള്ള സമരം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും
BJP ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് നടത്തേണ്ട ഒരു സമരം തന്നെയാണ് എന്നുള്ളതാണ് എന്തായാലും DMK പറയുന്നത്. സമരത്തിൽ പങ്കെടുക്കും. ഒരുപക്ഷെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിലവിലുള്ളത് വിദേശത്താണ്. അദ്ദേഹം 2 ദിവസത്തിനകം എത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ കനിമൊഴി MP യോ അല്ലെങ്കിൽ TR ബാലു അത്തരത്തിലുള്ള ആളുകളായിരിക്കും DMKയുടെ ഭാഗമായി സമരത്തിൽ പങ്കെടുക്കുക. എന്തായാലും DMK കേരളത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നു കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുക കൂടി ചെയ്യുന്നുണ്ട് എന്തായാലും MK സ്റ്റാലിൻ ഈ കത്തിൽ. എന്തായാലും 8-ാം തീയതി നടക്കുന്ന സമരത്തിൽ കൃത്യമായി തന്നെ DMK സമരത്തിന്റെ ഭാഗമാകുമെന്ന് MK സ്റ്റാലിൻ വ്യക്തമാക്കുന്നു. വിജയകുമാർ. മനീഷ്, MK സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി നേരിട്ട് ഇതിന്റെ ഭാഗമാകുമോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ ഒന്നുകിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കും, അല്ലെങ്കിൽ DMKയുടെ പ്രതിനിധികൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്നാണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് ഈ ഘട്ടത്തിൽ, അല്ലേ? വിജയകുമാർ, അതാണ്. അതായത് DMK പങ്കെടുക്കുമെന്ന് തന്നെയാണ് കത്തിൽ പറയുന്നത്. അത് MK സ്റ്റാലിൻ നേരിട്ട് പങ്കെടുക്കുമെന്ന കത്തിലില്ല. DMK പങ്കെടുക്കും. അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം ആ സമയത്തേക്ക് എത്തിച്ചേരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത നിലവിൽ നൽകാൻ കഴിയില്ല. വിദേശ ഫണ്ടുമായി ബന്ധപ്പെട്ട് ജിമ്മിന്റെ ഭാഗമായുള്ള വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം വിദേശത്തുള്ളത്. സ്വാഭാവികമായും ആ സമയത്തേക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ കത്തിൽ പറയുന്നത് DMK എന്തായാലും ഈ സമരത്തിൽ പങ്കെടുക്കും, അതിന്റെ ഭാഗമാകുമെന്ന് തന്നെയാണ്. കേരള സർക്കാർ അല്ലെങ്കിൽ കേരളം നടത്തുന്ന സമരത്തിന്റെ മനീഷ്, എന്തായാലും 9-ാം തീയതിയാണ് സമരം, ഈ പ്രതിഷേധം നടക്കുന്നത് ഡൽഹിയിൽ. BJP ഇതര സംസ്ഥാനങ്ങളെയൊക്കെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ DMK പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. MK സ്റ്റാലിൻ നേരിട്ട് പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ എന്തായാലും DMKയുടെ പ്രതിനിധികൾ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. അക്കാര്യം ഔദ്യോഗികമായി തന്നെ കേരളത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ നിന്ന്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി. നമസ്കാരം.